എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അരുണിന് പവിത്രയെ കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും കഴുത്ത് പിടിച്ച് ഞെരിക്കാനുള്ള അത്രയും ദേഷ്യമുണ്ട്. പക്ഷെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം അരുൺ തന്നെ അങ്ങ് ചിന്തിക്കുവാണ്, ശരിക്കും ആരാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് കണ്ടുപിടിക്കണം. സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം എന്താ വേണ്ടതെന്ന് നോക്കാം എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം പയ്യെ പവിത്രയുടെ ബാക്കിലോട്ട് ചെന്ന് കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുക. അന്നേരം ആരെന്ന് പറ എന്നൊക്കെ പറയുന്നുണ്ട് പവിത്ര. അന്നേരം ആരാന്ന് പറ എന്നിങ്ങനെ പയ്യെ അരുൺ പറയുമ്പോൾ, അയ്യോ അരുണേട്ടനായിരുന്നു, ഇതെന്താ പണിയായിരുന്നേട്ടാ കാണിച്ചേ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ, ആരാ എൻ്റെ കണ്ണെ പിടിച്ചത് എന്ന് ഞാൻ ഓർത്തു എന്ന് പറയും. അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട്, അതാരാ, ഞാനല്ലാതെ വേറൊരാൾ നിന്നെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന വേറെ ആരാ ഉള്ളതെന്ന് ചോദിക്കും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, ഇതെന്താ അരുണേട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ മനസ്സിൻ്റെ കോണിപ്പോലും വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ, അറിയാടി എന്നെ ചതിച്ച് വയറ്റിലൊരു കുഞ്ഞുമായി, എന്നിട്ടും നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുവാണോ എന്നൊക്കെ അരുൺ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് പവിത്ര പറയാ, ഓ ഇപ്പം ദേഷ്യമൊക്കെ മാറിയോ, ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു സദ്യ പോലും മേടിച്ച് തന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് മോഹിനി വരും. അന്നേരം എന്താടാ പിന്നെയും വഴക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, വഴക്കൊന്നും അല്ല അമ്മേ, എൻ്റെ പിന്നീക്കിട്ട് വന്ന അരുണേട്ടൻ കണ്ണ് പൊത്തിപ്പിടിച്ചു, അന്നേരം ഞാൻ പേടിച്ചു പോയി, അതിനെപ്പറ്റി പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ, അതെന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് മോഹിനി ചോദിക്കും. അന്നേരം അരുൺ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ എൻ്റെ ഭാര്യയുടെ കണ്ണ് പൊത്താനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ, അല്ല ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോൾ ആകെ ദേഷ്യമായിരുന്നു, അതൊക്കെ മാറിയോ എന്ന് ചോദിക്കും. അന്നേരം അതൊക്കെ മാറിയെന്ന് പറയുമ്പോൾ, ഓ എനിക്ക് സദ്യ പോലും മേടിച്ച് തന്നില്ല, ആ കാര്യം മറക്കണ്ട എന്ന് പറയുമ്പോൾ, നിനക്ക് എന്ത് സദ്യ വേണ്ടേ പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ച് തരാം, അമ്മയ്ക്ക് വേണോ എന്ന് മോഹിനിയോടും ചോദിക്കുവാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് ഒളിഞ്ഞു നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ കനകമ്മയ്ക്ക്. അന്നേരം കനകമ്മ അങ്ങോട്ട് വരും, എന്നിട്ട് പറയുവാണ്, അതേ അരുൺ സാറേ, എനിക്ക് നല്ലൊരു സദ്യ വേണം, അത് ഇപ്പോഴല്ല വേണ്ടേ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ അന്ന് നല്ലൊരു സദ്യ എനിക്ക് വേണം കേട്ടോ എന്ന് പറയുമ്പോൾ അരുൺ പറയും, പിന്നെന്താ നിങ്ങൾക്ക് നല്ലൊരു സർവാണി സദ്യക്കുള്ള വകുപ്പ് വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം പിന്നെ കനകമ്മ പറയുവാണ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ചെന്ന് ലോകത്തുള്ള സകലമാന അമ്പലങ്ങളിലും പോയി ഞാൻ വഴിപാട് കഴിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് പുകഴ്ത്തും. കാര്യങ്ങളൊക്കെ അരുണിന് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് അരുൺ പറയുന്നുണ്ട്, അതേതായാലും നന്നായി നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് 10,000 രൂപ ഉണ്ടെന്ന് തോന്നുന്നു, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഏതായാലും നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഇത്രത്തോളമൊക്കെ പ്രാർത്ഥിക്കുന്നതല്ലേ, അതിനു വേണ്ടി ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറയും. പക്ഷേ ഇത് കൊടുക്കുന്നത് പവിത്രയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പവിത്രയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. ഏതായാലും നല്ല മനസ്സുള്ള അരുൺ സാറ്, ഏതായാലും എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് കനകമ്മ അങ്ങ് പോകും. പോയി കഴിയുമ്പം പവിത്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം അരുൺ പറയും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ ഈ ചെയ്യുന്നത് മൊത്തം നിനക്കും നിൻ്റെ വയറ്റിൽ കിടക്കുന്ന നിൻ്റെ കുഞ്ഞിനും വേണ്ടിയാണ് എന്നിങ്ങനെ അർത്ഥം വെച്ച് പറയുന്ന പോലെ പറയുവാണ്. പക്ഷേ പൊട്ടി മോഹിനിക്കും പവിത്രയ്ക്കും അത് മനസ്സിലാവുന്നില്ല. അവർ ചിരിച്ച് വലിയ സന്തോഷത്തോടെ ഇത് കേട്ട് നിൽപ്പുണ്ട്. പക്ഷേ അരുണിൻ്റെ പൈസ പോയാലുള്ള സങ്കടം പവിത്രയ്ക്കും ഉണ്ട്. പിന്നെ കാണിക്കുന്നത് നിർമ്മലിനെയാണ്. നിർമ്മൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരവും ഗൗരിമോളുടെ ആ സംസാരവും പറച്ചിലും ഒക്കെ തന്നെയാണ് നിർമ്മലിൻ്റെ മനസ്സിൽ. ഞാൻ നന്ദുവിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ആകെ സങ്കടം വരുന്നുണ്ട് നിർമ്മലിന്. അതുപോലെ തന്നെ നന്ദ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലോട്ട് വരുന്നുണ്ട്. ഒരിക്കലും ഞാനിത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളത് വിശ്വസിക്കുകയില്ല, അയാളുടെ കണ്ണിൽ നീയാണ് ഗൗരിയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അതും മനസ്സിലോട്ട് വരുന്നുണ്ട്. ഏതായാലും രണ്ടുപേരുടെയും ആ പറച്ചിലും സങ്കടങ്ങളും എല്ലാം മനസ്സിലിട്ട് കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മൽ ഒരു തീരുമാനം എടുക്കുവാണ്, ഇല്ല ഗൗരിമോളെ, നിൻ്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, അതിനൊരു പരിഹാരം ഞാൻ കണ്ടിരിക്കും എന്നിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണിനെയാണ്. അരുൺ ആകെ ടെൻഷനും വിഷമവും ഒക്കെയാണ്. അതുകൊണ്ടൊന്ന് മദ്യപിക്കണം, അതിനൊരു കൂട്ട് കിട്ടാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അപ്പം അവനെന്തോ സമയമില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ മദ്യപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഏതായാലും ഉപദേശത്തിന് നന്ദി. വീട്ടിലൊരു കുടുംബ സമ്മേളനം നടക്കുന്നുണ്ട്, കുടുംബ സംഗമം നടക്കുന്നുണ്ട്, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങ് വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് നിർമ്മല ഇല്ലെന്ന്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, അരുണേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പം, നിങ്ങളിപ്പോൾ എന്ത് പറയാൻ വന്നതാണെങ്കിലും അതൊന്നും കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ എന്ന് പറയുവാണ്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, ഇന്നാൾ കുറേ ചോദ്യങ്ങളുമായിട്ട് അരുൺ എൻ്റെ അടുത്ത് വന്നായിരുന്നു, അന്ന് എനിക്കതൊന്നും പറയാനുള്ള അനുവാദമില്ലായിരുന്നു, നന്ദ ഒന്നും പറയരുത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഗൗരിമോളുടെ സങ്കടം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം അരുൺ
അരുണിനോട് തുറന്നു പറയാമെന്ന് തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിർമ്മൽ ഇങ്ങനെ പറയുവാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അരുൺ കേൾക്കുന്നില്ല. അരുണിൻ്റെ മനസ്സിലൂടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ പവിത്ര പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞപ്പം വന്ന് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ അരുൺ, അതെല്ലാമാണ് മനസ്സിലേക്കൂടെ പോകുന്നത്. ഏതായാലും നിർമ്മൽ പറയാനുള്ളതൊക്കെ പറയുവാണ്. ഗൗരിമോൾക്ക് അവളുടെ അച്ഛൻ ആരാണ് എന്നറിയത്തില്ല, പക്ഷേ അവളുടെ സ്വന്തം അച്ഛനോട് തന്നെയാണ് അവൾ ചോദിച്ചത് എന്നെ അഡോപ്റ്റ് ചെയ്തെടുക്കാവോ എന്ന്. ആ ഒരു മനസ്സ് കണ്ടുകൊണ്ടിരിക്കാൻ, ആ വേദന കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അരുൺ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഗൗതമേട്ടനെ അറിയിക്കണം. സ്വന്തം മകൾ അടുത്തുണ്ടായിട്ടും അറിയാതെ, ആ സ്വന്തം മകളാണെന്ന് അറിയാതെയാണ് ഗൗതമേട്ടൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് നിർമ്മല ലാസ്റ്റ് ഇങ്ങനെ പറയുവാണ്, സ്വന്തം അച്ഛനായിട്ട് ഗൗതമേട്ടനെ പോലെ ഒരാൾ നിൽക്കുമ്പം ഞാൻ എന്തിനാണ് ഗൗരിമോളുടെ അച്ഛൻ എന്നുള്ള ആ പഴി കേട്ട് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൾക്ക് അവളുടെ അച്ഛനെ തന്നെ തിരിച്ചു കിട്ടണം. നമുക്ക് വേറെ ആരുടെയും കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം ഈ പറഞ്ഞത് മാത്രം അരുൺ അങ്ങ് കേൾക്കുവാണ്. നമുക്ക് വേറെ ആരുടെയും കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന സ്ഥാനം ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് മാത്രമാണ് പെട്ടെന്ന് അരുണിൻ്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വേറെ ചിന്തകളിലങ്ങ് പോയി. അന്നേരം അരുൺ പറയുന്നുണ്ട്, ശരിയാണ്, നമുക്ക് വേറെ ആരുടെയും കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള സ്ഥാനം വെറുതെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നീ പറഞ്ഞത് ശരിയാണ്, എൻ്റെ കാര്യത്തിൽ അത് 100% ശരിയാണ് എന്ന് പറയുമ്പം നിർമ്മല ചോദിക്കുന്നുണ്ട്, നീ ഇത് എന്തിനെ പറ്റി അരുണെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. ഏതായാലും താങ്ക്സ് നിർമ്മൽ എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് പോകുന്നു. അരുൺ പോയി കഴിയുമ്പോഴേക്കും നിർമ്മൽ ഇങ്ങനെ അന്തിച്ച് നിൽക്കും. ഇത്ര നേരം പറഞ്ഞത് മൊത്തം വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഒന്നും അരുണിൻ്റെ മനസ്സിലോട്ട് കയറിയിട്ടില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുൺ പറഞ്ഞ പോലെ തന്നെ കുടുംബ സംഗമം നടക്കുവാണ്. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, മഹാദേവേട്ടൻ്റെ ഓർമ്മ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയത്. എനിക്ക് പ്രായമായി, ഇനി എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓർമ്മ ദിവസം നമുക്ക് ഗംഭീരമാക്കണം എന്ന് പറയുവാണ്. അന്നേരം ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, നമുക്ക് അന്നദാനം നടത്തണം, അമ്പലത്തിൽ തന്നെ വെച്ച് അന്നദാനം നടത്താം എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട്. അന്നേരം വല്യമ്മ പറയും, അത് ചെയ്യാൻ യോഗ്യൻ നീ തന്നെയാണ്. കാരണം മഹാദേവട്ടൻ നിന്നെ ഒരു മകനായി തന്നെയാണ് കണ്ടിരുന്നത്. നിനക്ക് ശേഷമേ പ്രിയയ്ക്ക് പോലും പലപ്പോഴും സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ എന്നൊക്കെ വല്യമ്മ പറയുന്നുണ്ട് കേട്ടോ. ഇതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മോഹിനിക്ക്. മോഹിനി പയ്യെ ജഗനെ മാന്തി തുടങ്ങി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കാണുന്ന വല്യമ്മ ചോദിക്കും, എന്താ അവിടെ ഒരു കുശുകുശിപ്പ്, എന്താ പറയാനുള്ളത്? ഇനിയിപ്പോൾ നിങ്ങൾക്കായിട്ട് പ്രത്യേകം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയും, അങ്ങനെയൊന്നുമില്ല, ഇവിടെ അന്നദാനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല, അതൊക്കെ തന്നെ ധാരാളമാണ് എന്ന് പറയും. പിന്നെ എന്തിൻ്റെ പേരിലാണ് അവിടെ ഒരു കുശുകുശിപ്പ് നടന്നത് എന്ന് ചോദിക്കും. അന്നേരം ജഗൻ പറയുവാണ്, അല്ല മോഹിനിക്കൊരു അഭിപ്രായമുണ്ട്, അത് പറയാമോ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് ജഗൻ പറയും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, മോഹിനി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേറെ അപ്പീലൊന്നും ഇല്ലല്ലോ, ഏതായാലും കാര്യം പറയാമെന്ന് പറയും. അന്നേരം ഇങ്ങനെ വളഞ്ഞു പിടിക്കുവാണ്. വലിയ ഇടത്തേക്ക് ഇപ്പം പ്രായമായി, ഇനി ഇടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാതെ നീ കാര്യം പറയടാ എന്ന് പറയും. അന്നേരം അല്ല, ആ കാര്യം പറയാൻ നല്ലത് മോഹിനി തന്നെയാണ്, മോഹിനി പറയട്ടെ എന്ന് പറയും. അപ്പം മോഹിനി പറയുവാണ്, വലിയയിടത്തേക്ക് പ്രായമായി, ഇനിയിപ്പം വലിയയിടത്തേക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സ്വത്തിൻ്റെ പേരിൽ പിന്നീട് ഇവിടെ തല്ലും വഴക്കൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്ന് പറയുമ്പം ഗൗതം ചോദിക്കുന്നുണ്ട്, സ്വത്തിൻ്റെ പേരിൽ ഇവിടെ ആര് വഴക്കുണ്ടാക്കാൻ ചെറിയമ്മ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, വേറെ ആരെ, നിങ്ങളൊക്കെ തന്നെ എന്ന് പറയുവാണ്. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇനി മാത്രം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം എല്ലാ അധികാരങ്ങളും എൻ്റെ കയ്യിലാണ്. ഇനി അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പം അത് നേരെ ചെല്ലുന്നത് ഗൗതത്തിൻ്റെയും പിങ്കിയുടെയും കൈകളിലേക്കാണ്. അവരുടെ കാലശേഷം അത് പിന്നീട് നന്ദുവിലേക്കും അത് അങ്ങനെ ശൃംഖലയായിട്ട് അങ്ങ് പോകും. അത് ഇതൊരു കൂട്ടുകുടുംബമായി തന്നെ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയുവാണ്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഇപ്പം കാര്യങ്ങൾ മനസ്സിലായില്ലേ ജഗന്നാഥേട്ടന്, ഇപ്പം കാര്യങ്ങൾ ശരിക്കും മനസ്സിലായില്ലേ എന്നിങ്ങനെ എടുത്തു ചോദിക്കുക. അന്നേരം ജഗന്നാഥൻ പറയുവാണ്, അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഏത് വകുപ്പിലാണ് നന്ദു ഗൗതത്തിൻ്റെ മകനാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, നിങ്ങൾ വകുപ്പോ നിയമമോ ഒന്നും ആലോചിക്കേണ്ട, അവൻ എൻ്റെ മകൻ തന്നെയാണ് എന്ന് പറയുമ്പം അത് 10 പ്രാവശ്യം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, അത് അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് മോഹിനി പറയും. അന്നേരം വെല്ലുമ്മ ചോദിക്കും, ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറ എന്ന് പറയും. അന്നേരമാണ് മോഹിനി പറയുന്നത്, ഈ കുടുംബത്തിൻ്റെ അനന്തരാവകാശി ഈ കുടുംബത്തിലുള്ളവരെ രക്തത്തിലുണ്ടായതായിരിക്കണം, അങ്ങനെ ഒരു അനന്തരാവകാശി വരാനിരിക്കുന്നതേ ഉള്ളൂ, ദേ ഈ ഇരിക്കുന്ന അരുണിൻ്റെ മകൻ, ആ കുട്ടി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, അധികാരങ്ങൾ അവനായിരിക്കണം കിട്ടേണ്ടത് എന്ന് പറയുവാണ്. അന്നേരം
അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അതാണാണ് എന്ന് നീ അങ്ങ് തീരുമാനിച്ചോ എന്ന് ചോദിക്കും. അന്നേരം മോഹിനി തിരിച്ചു ചോദിക്കുവാണ്, പിന്നെ കണ്ട അനാഥാലയത്തിൻ്റെ തിണ്ണെ കിടന്ന ചെറുക്കനെ സ്വന്തം മകനായിട്ട് നിങ്ങൾക്ക് കാണാം, അതിനേക്കാൾ വലിയ തെറ്റാണോ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണ് എന്ന് ഞാൻ ചിന്തിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിങ്കിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പിങ്കി ചോദിക്കുവാണ്, അത് ഇളയമ്മ ഇവിടെ ഒരു കാര്യത്തിൽ എൻ്റെ മകൻ ഇടപെടാൻ വരുന്നില്ല, അവൻ നിങ്ങളെ ആരെയും ശല്യം ചെയ്യുന്നില്ല, പിന്നെ ഇതിനാ അവൻ്റെ പേര് ഇതിൻ്റെ അകത്തേക്ക് വലിച്ചു വയ്ക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ പേര് പറഞ്ഞപ്പം അവൻ ഇതിൻ്റെ അകത്ത് കൂട്ടേണ്ട കാര്യമില്ല എന്ന് മാന്യമായിട്ട് പറയണമായിരുന്നു. അത് കേട്ടുകൊണ്ട് നിന്നിട്ട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നന്ദുവിന് ഇവിടുത്തെ സ്വത്ത് കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ പേരിൽ അവന് നല്ലൊരു ഓഹരി വെക്കേണ്ട കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ജീവിക്കാനുള്ള വക കൊടുക്കാം, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറയും. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ള സ്വത്തെല്ലാം അവനുള്ളത് തന്നെയാണ്, അല്ലാതെ വേറൊരാൾക്കും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. ഇവരുടെ സംസാരം ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വല്യമ്മ പറയുവാണ്, അതെ ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ആരും ഒന്നും സംസാരിക്കേണ്ട, ഏതായാലും ഞാനൊരു തീരുമാനം പറയാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോളിംഗ് ബെല്ല് അടിക്കുവാണ്. പടപടപടേന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം വല്യമ്മ ഇത് ആരായി ഈ കോളിംഗ് ബെല്ല് ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലെ ബെല്ലടിക്കുന്നത്, ആരാന്ന് നോക്കിയാൽ ആരാണെങ്കിലും ഇങ്ങോട്ട് കടത്തി വിടണ്ട, കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. വല്യമ്മ പറയുമ്പോഴത്തേക്കും ഡോറ് തുറക്കാനായിട്ട് ഗൗതം അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുവാണ്. ഡോറിൻ്റെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഡോറ് ചവിട്ടി തുറക്കും നമ്മുടെ നിർമ്മല. അന്നേരം ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുവാണ് ഗൗതം. അതുപോലെ ഡോറ് ചവിട്ടി തുറന്ന് കണ്ട് എല്ലാവർക്കും ഒരു ഞെട്ടലോട്ടോ. അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അരുണും അവരെല്ലാവരും ഇതാരാണ് എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് വല്യമ്മയൊക്കെ. അങ്ങനെ എല്ലാവരും അന്തിച്ച് നിൽക്കുവാണ് നിർമ്മലിനെ കണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.